CSEB മാസ്റ്റർ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. CSEB പരീക്ഷകൾക്ക് സാധാരണ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന അല്ലെങ്കിൽ തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുകൂടി സെലക്ട് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഡാഷ് അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിച്ച് റിപ്ലേസ്ഡ് മണി ബൈ ഷെയർസ്. ആൻസർ ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിച്ച് റീപ്ലേസ്ഡ് മണി ബൈ ഷെയർസ്. നമ്മൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഡിമാറ്റ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഷെയർ വിൽക്കുമ്പോഴും അത് ഡിമാറ്റ് അക്കൗണ്ടിലാണ് കുറവ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ക്യാഷിന് പകരം ഷെയർ റെസിപ്റ്റായിട്ടും ഷെയർ പേയ്മെൻ്റായിട്ടും വരുന്ന ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. അതായത് ഇവിടെ ക്യാഷല്ല, ഷെയർസാണ് അക്കൗണ്ടിലേക്ക് വരികയും അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഫോമിൽ ഷെയറുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ടോപ്പ് മോസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻസർ നബാർഡ്. ദ മോസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. കേരളത്തിലെ ടോപ്പ് മോസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ടോപ്പ് മോസ്റ്റ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ടോപ്പ് മോസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നബാർഡാണ്. കോപ്പറേറ്റീവ് ഇല്ല, ടോപ്പ് മോസ്റ്റ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇ-ബാങ്കിങ് ഈസ് ഓൾസോ കോൾഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് റിക്സ് ബാങ്ക് ഇൻ സ്വീഡൻ. സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക, RIKS എന്ന് മാത്രമേ ഉള്ളൂ. റിക്സ് ബാങ്ക്, KHS ഇല്ല, RIKS, റിക്സ് ബാങ്ക് ഇൻ സ്വീഡൻ. സെൻട്രൽ ബാങ്ക് ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ സെൻട്രൽ ബാങ്ക് റിക്സ് ബാങ്കാണ്, റിക്സ് ബാങ്ക്. അതിൽ RIKHS ആണ് സ്പെല്ലിങ്. സെൻട്രൽ ബാങ്ക് ഓഫ് ജർമ്മനി, റിക്സ് ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ സെൻട്രൽ ബാങ്ക് ബാങ്ക് ഓഫ് ഫ്രാൻസ് ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഫ്രാൻസ്, ബാങ്ക് ഓഫ് ഫ്രാൻസ്. സെൻട്രൽ ബാങ്ക് ഓഫ് ജപ്പാൻ. ജപ്പാനിലെ സെൻട്രൽ ബാങ്ക് നിപ്പോൺ ജിങ്കോ ഓർ ബാങ്ക് ഓഫ് ജപ്പാൻ. രണ്ട് പേരുണ്ട്, ഒന്നുകിൽ നിപ്പോൺ ജിങ്കോ എന്നും അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ. ഇതിലേതെങ്കിലും ഓപ്ഷൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാകാം. സെൻട്രൽ ബാങ്ക് ഓഫ് കാനഡ. ആൻസർ ബാങ്ക് ഓഫ് കാനഡ. സെൻട്രൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ സെൻട്രൽ ബാങ്കിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ബാങ്കിങ് കമ്പനി നിയമം പാസ്സാക്കിയത് 1949. Banking Companies Act was passed in 1949.
ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് റീനെയിംഡ് ആസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇൻ ഇയർ ആണ് ഉദ്ദേശിക്കുന്നത് 1966. കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 1 മാർച്ച് 1966. സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡിഫൈൻസ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 24 ഡിഫൈൻ ചെയ്യുന്നത് SLR. സെക്ഷൻ 42 ഓഫ് RBI ആക്ട് ഡിഫൈൻ. സെക്ഷൻ 42 ഓഫ് RBI ആക്ട് ഡിഫൈൻസ് CRR. RBI ആക്ടിൻ്റെ സെക്ഷൻ 42 CRR. സെക്ഷൻ 49 ഓഫ് RBI ആക്ട് ഡിഫൈൻസ് ആൻസർ ബാങ്ക് റേറ്റ്. സെക്ഷൻ 49 ഓഫ് RBI ആക്ട് ഡിഫൈൻസ് ബാങ്ക് റേറ്റ്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പാസ്സാക്കിയത് 1882. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 18. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വാസ് പാസ്ഡ് ഇൻ സെയിം ഇയർ തന്നെയാണ് 1882. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വാസ് പാസ്ഡ് ഇൻ 1882. ബാങ്കിങ് സെക്ടർ റിഫോംസ് ആർ റിലേറ്റഡ് ടു ഡാഷ് കമ്മിറ്റി. ബാങ്കിങ് സെക്ടറിലെ പരിഷ്കാരങ്ങൾ നരസിംഹം കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ബാങ്കിങ് സെക്ടർ റിഫോംസ് ആർ റിലേറ്റഡ് ടു നരസിംഹം കമ്മിറ്റി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപിടി ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.